നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രാജധാനി എക്സ്പ്രസിൽ കയറിയിട്ട് ഗോവയ്ക്ക് പോകുമ്പോൾ എന്റെ മനസ്സിൽ ആകെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ട് മനസ്സിൽ പിടിച്ച ഈ ബഞ്ചി ജമ്പിങ്. ചെറുപ്പം മുതലേ ഹൈറ്റ് ഇത്തിരി പേടിയായതുകൊണ്ട് മനസ്സ് മാറാതിരിക്കും ഞാൻ ട്രെയിനിൽ വെച്ച് തന്നെ ബഞ്ചി ജമ്പിങ്ങിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഒപ്പം പിടിച്ചില്ലെങ്കിൽ നമ്മുടെ രാജധാനി നല്ല കിടില സ്പീഡായിട്ടാ ഒരു 100-120 പെടച്ചോണ്ടിരിക്കണം. അങ്ങനെ തുരങ്കങ്ങളും മലകളും താണ്ടി നമ്മൾ ഗോവയിൽ എത്തിയിരിക്കട്ടോ. ഗോവയിലെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നായ മഡ്ഗോവയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോ നേരെ കണ്ട ചേട്ടനെ ഒരു വണ്ടി റെന്റ് എടുത്തിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു 400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇവിടെ ഒരു ലിറ്ററിന് 95 രൂപയുള്ളൂട്ടാ. അവിടുന്ന് പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്ന ഡോർമെട്രിക്ക് നേരെ വെച്ച് പിടിച്ചു. സംഭവം കിഡിലൻ ഡോർമെട്രി. വെറും 450 രൂപ പെർ ഡേക്ക് നല്ല അടിപൊളി ബെഡും നമ്മുടെ ലഗേജുകളൊക്കെ സേഫ് ആയിരിക്കാനുള്ള ഷെൽഫ് അടങ്ങി നല്ല അടിപൊളി AC ഡോർമെട്രി. തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ മീൽസ് കഴിച്ചിട്ട് ഗൂഗിൾ മാപ്പിൽ ബഞ്ചി ജമ്പിങ്ങിന്റെ സ്പോട്ട് സെറ്റ് ആയിട്ട് ഞാൻ യാത്ര തുടങ്ങിയിട്ടാ. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കുറെ പള്ളികൾ കണ്ടുകൂട്ടാ. പിന്നീട് അങ്ങോട്ട് കാടിന്റെ ഉള്ളിലൂടെയുള്ള യാത്രയായിരുന്നു. നല്ല കിഡിലൻ ആംബിയൻസ്. ഒരു 48 കിലോമീറ്റർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ലാസ്റ്റ് ബഞ്ചി ജമ്പിന്റെ സ്പോട്ടിൽ എത്തിയിട്ടാ. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എന്റെ കിളി പോയി. അങ്ങനെ നമ്മൾ നീണ്ട 48 കിലോമീറ്ററിന്റെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മേയം ലേക്ക് എന്തോ ഒരു ലേക്ക്, ആ ലേക്കിലാണ് വന്നത്. നമ്മുടെ മെയിൻ ലക്ഷ്യം ഒന്നല്ലല്ലോ, നമ്മുടെ ലക്ഷ്യം ബഞ്ചി ജമ്പിങ് ആണ്. ദേ ആ കാണുന്ന മുതലാണ് മച്ചാനെ ബഞ്ചി ജമ്പിങ്. അയ്യോ ഇച്ചിരി പേടിയുണ്ടെന്ന് അറിയാം, എൻ്റെ മുഖം കണ്ടാ അറിയാം ഇച്ചിരി പേടിയുണ്ടെന്ന്. കാരണം 55 മീറ്ററിന്റെ മേലെ ചാടാൻ പോണേ. എവിടെ എത്തുക, എങ്ങനെ എത്തുക, എന്താ സ്ഥിതി. ഈ മേയം ലേക്കിൽ 2 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്ന് ഈ കാണുന്ന ബോട്ടിങ്ങും പിന്നെ നമ്മുടെ ബഞ്ചി ജമ്പിങ്ങും. ഈ ബോട്ടിംഗ് സ്റ്റേഷനിൽ നിന്നിട്ട് കാണുന്ന ലേക്കിന്റെ ഒരു വ്യൂ ഉണ്ട്, അതിമനോഹരമാണത്. ബോട്ടിങ്ങിന് 2000 രൂപയായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ബഞ്ചി ജമ്പിങ്ങിന്റെ സ്റ്റേഷനിലേക്ക് വിട്ടു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റാഫ് വന്ന് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യൂട്ടാ. അവിടുന്ന് പിന്നെ നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കാണുന്ന ടിവിയിൽ ഇതിന് കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമ്മുടെ വെയിറ്റ് തൂക്കിയിട്ട് നമ്മുടെ കയ്യിലങ്ങ് എഴുതി തരൂട്ടാ. നമ്മുടെ വെയിറ്റ് നോക്കിയിട്ട് കയ്യിൽ എഴുതിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനനുസരിച്ച് ഈ റോപ്പിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്താനാട്ടോ. ഫുൾ ഗിയർ നമ്മുടെ മേത്ത് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ താഴേക്ക് നോക്കിയാലേ കിളി പോവും. അതുകൊണ്ട് നമ്മൾ മേലേക്ക് നോക്കിയിട്ട് അവർ പറയുന്ന 3, 2, 1 എന്നതിൽ ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കുക. ആദ്യമൊക്കെ സ്ലോ ആയിരുന്നെങ്കിലും പിന്നെ വായുവിനെ തുളച്ചു പോകുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഒരു 16 നില കെട്ടിടത്തിന് മേലെ ചാടുന്ന ഒരു എഫക്റ്റ് എങ്ങനെ ഇരിക്കും, അതാണ് ഈ സംഭവം. തുടക്കത്തിലൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും ചാടി കഴിഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്ന് തീർന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. വീണ്ടും കയറി ചാടിയാലോ എന്നൊക്കെ ചിന്തിച്ചു പോയി. പക്ഷെ ഓരോ ചാട്ടത്തിനും വലിയ വില കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു. ഓരോ ജമ്പിനും നമുക്ക് ചാർജ് വരുന്നത് ഏകദേശം 5000 രൂപയാണ്. ഈ വവ്വാലിനെ പോലെ തൂങ്ങിയെടുക്കുന്ന നമ്മളെ താഴെ ഇറക്കാനായിട്ട് 2 ചേട്ടന്മാർ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ ഒരു വലിയൊരു വടിയുണ്ട്. ആ വടിയുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് അവർ ആ വടി താഴ്ത്തി നമ്മൾ ആ ബെഡിൽ കിടത്തി കുറച്ച് നേരം അവിടെ കിടന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് ഞാൻ എന്തോ വലിയൊരു കാര്യം ചെയ്തുള്ള ഒരു ഫീൽ ആയിരുന്നു. ഇന്ന് ചാടിയല്ലേ നമുക്ക് ഗഡ്സ് ഉണ്ടെന്ന് കാണിച്ചിട്ട് ഒരു ഐ ഹാവ് ഗോട്ട് ഗഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജൊക്കെ നമുക്ക് തരും കേട്ടോ. എനിക്കിത് 5ാം ക്ലാസ്സിലാണ് ഇത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബാഡ്ജ് കിട്ടിയത്. നമ്മുടെ ഗോവ ട്രിപ്പിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബോം ജീസസ് ചർച്ച് ആട്ടാ. അവിടേക്കുള്ള യാത്രയിൽ മനോഹരമായ കുറെ കാഴ്ചകൾ കാണാൻ പറ്റി. ഇവിടെ ജങ്കാർ സർവീസുകളൊക്കെ ഫ്രീ ആട്ടാ. മനോഹരമായ കണ്ടൽക്കാടുകൾ നടുക്കിലൂടെ ഒരു ബോട്ട് യാത്ര ചെയ്ത ഒരു ഫീൽ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഗോവയിലെ ട്രാൻസ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഉയർത്തി പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി റോഡുകൾ, അടിപൊളി ബ്രിഡ്ജുകൾ, ഇതിന്റെയൊക്കെ സ്ട്രക്ചറും ബ്യൂട്ടിയും ഒക്കെ വേറെ ലെവലാണ്. ഒരു 46 കിലോമീറ്ററിന്റെ ട്രാവലിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാ. ചെറുപ്പമുള്ള ഒരു ആഗ്രഹമാണ് മോശപ്പേരായ നമ്മുടെ സെൻ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പള്ളിയിൽ വരണം. ആള് ഇവിടെയാണ് ഇരിക്കുന്നത്. ഗോവയിലുള്ള ബോം ജീസസ് ബസിലിക്ക, അവിടെയാണ് നമ്മൾ നിൽക്കണേ. വിശുദ്ധിന്റെ അഴുകാത്ത ശരീരം വർഷങ്ങളായിട്ട് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ക്യാമറ യൂസ് ചെയ്തിരുന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കടന്ന ശേഷം ആ വരിയിലത്തെ എല്ലാവരും ക്യാമറ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, മൊബൈൽ എടുത്ത വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ എന്റെ ആ ആഗ്രഹവും സാധിച്ചു കിട്ടി. എന്റെ മാമോദിസ പേരുള്ള വിശുദ്ധനും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ നേരിട്ട് കാണാനും സാധിച്ചു. തൊട്ടപ്പുറത്തെ വിശുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള കുറെ ചരിത്രങ്ങളും വസ്തുക്കളും പുരാതന ചിത്രങ്ങളും എല്ലാം ഒരു മ്യൂസിയം ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. 10 രൂപയാണ് ഈ മ്യൂസിയത്തിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഫീ. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള
കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ഫ്രാൻസിസ് സേവ്യറിന്റെ പള്ളിയുടെ തൊട്ട് മുന്നിൽ അടിപൊളി 2 പള്ളികളും ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോയിട്ടുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. അടിപൊളി ഗാർഡൻ ഒക്കെയാണ് ഇവിടെ. ആദ്യം തന്നെ ഞാൻ പോയത് നടുക്കിലുള്ള മ്യൂസിയത്തിലേക്കാണ്. അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഉൾഭാഗം ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഭാഗത്തുള്ള പള്ളിയിലേക്ക് പോയിട്ടാ. പള്ളി ഒരു പടുകൂറ്റൻ പള്ളിയാണ്, എന്താ വലിപ്പം. പള്ളിയുടെ മുൻഭാഗത്തും പള്ളിയിലും കുറെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഇത്രയും പഴക്കമുള്ള പള്ളിയിൽ ഇത്രയും വലിയ തൂണുകളും ആ സീലിങ്ങിന്റെ ഹൈറ്റ് ഒക്കെ കണ്ട് ഞാൻ അമ്പരം നിന്ന് പോയി. അവിടുന്ന് പിന്നെ പോയത് മറുവശത്തുള്ള പള്ളിയേക്കാട്ടോ. ഇതിന് മുന്നേ കണ്ട പള്ളിയേക്കാളും വളരെ ഓൾഡ് ആയിട്ടുള്ള പള്ളിയാണ്. പള്ളിയുടെ ഉൾഭാഗം കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു സ്റ്റോൺ ഗാലറി ഉണ്ട് കേട്ടോ. പഴയ കാലത്തുള്ള കല്ലുകൊണ്ട് ഉണ്ടാക്കിയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടത് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലേക്കാട്ടോ. കുറെ ടൂറിസ്റ്റുകൾ ഇതിന് മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകതയുള്ള ഈ കോണിപ്പടികളോടെ കയറി നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. പക്ഷെ അത് ഒരുമിച്ച് കാണുന്നുള്ള ഒരു ലുക്ക് അത് വേറെ ലെവലാണ്. നേരത്തെ പറഞ്ഞ പോലെ റോഡിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ ഇതുപോലത്തെ ബ്രിഡ്ജുകളോ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഗോവയിൽ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രിഡ്ജാണിത്. ഇത് ബ്രിഡ്ജാണോ തന്നെ എനിക്കറിയില്ല, അത്രയും സൈസ്. ഇതിൻ്റെ ഓരോ കമ്പികളുടെ വലിപ്പം നിങ്ങൾക്ക് ആ താഴെ പോണ വണ്ടികളുടെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നെ സംഭവമാണെന്നറിയോ, ഇഷ്ടപ്പെട്ടു. തിരിച്ച് എയർപോർട്ടിലേക്ക് ട്രെയിനിൽ പോയോണ്ടിരിക്കുമ്പോൾ ഈ പാലത്തിൻ്റെ നൈറ്റുള്ള ഒരു വ്യൂ കണ്ടു. നോ രക്ഷ. നല്ല കലക്കൻ ലൈറ്റ് അറേഞ്ച്മെന്റ് വെച്ചിട്ട് പാലത്തിനാണ്ട് മിനിക്കുക അവര്. മൊബൈൽ ക്യാമറയിൽ കാണുന്ന പോലെ അല്ലടാ, നേരിട്ട് കാണാൻ കിഡിലനാണ്, കിഡിലൻ. ഒരു ഡെസ്റ്റിനേഷൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ കണ്ണ് തള്ളിപ്പോവും. 40 കിലോമീറ്റർ 55 കിലോമീറ്റർ ഇതൊക്കെയാണ് മിനിമം. ഫുള്ള് പോണത് കാട്ടിലൂടെ. കുറച്ച് കഴിഞ്ഞാൽ പുഴയ്ക്കൊക്കെ നമുക്ക് വഴി കാണിച്ചു തരും ഗൂഗിൾ മാപ്പിൽ. അവിടെ ജങ്കാറ് വരും, നമ്മൾ വെയിറ്റ് ചെയ്യണം. പട്ടണങ്ങളുടെ ഒരു മുഴു കാഴ്ചയും പിന്നെ കണ്ടൽക്കാടുകളുടെ മനോഹാരിതയൊക്കെ നമുക്ക് ജങ്കാറിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന പല കാര്യങ്ങളിലും ഒന്നാട്ടോ. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണ വഴിക്ക് ഞാൻ കണ്ട ഒരു സ്ഥലമാണിത്. കുറെ ആൾക്കാർ നിൽക്കണാണ്ട് പോയി കണ്ടതാ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മളിനി പോകുന്നത് കാബോഡി റാമ ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഫോർട്ട് കാണാൻ വേണ്ടി വരുന്നവർക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത് ഒന്നുമില്ല. അവരൊന്നും നമ്മുടെ നിന്ന് വാങ്ങുന്നില്ല. അങ്ങോട്ട് കയറി പോവാന്ന് മാത്രമേ ഉള്ളൂ. കോട്ടയര ഉൾഭാഗത്ത് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഏറ്റവും ഹൈറ്റില്. അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടെന്ന് വെച്ചിട്ട് നമ്മൾ താഴേക്ക് പോവാണ്. അധികം ആരും അവിടേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല കേട്ടാ. അതിന് കാരണം അടിയിലേക്ക് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അവിടെ പ്രത്യേകിച്ച് ഒരു കുന്തവും കാണാനില്ല. പക്ഷേ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഒറ്റയ്ക്ക് പോയിരിക്കണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് വളരെ നല്ലതാണ്. കുറെ പ്രൈവസി നമുക്ക് അവിടെ കിട്ടും. ഇത് ചെറിയൊരു ഗുഹ പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു പാലത്തിന്റെ അടിഭാഗമാണ്. ഇതോടെ ഇറങ്ങി നേരെ ചെന്നാൽ അപ്പുറത്തുള്ള കടലിലേക്ക് എത്താം. ഇതാണ് കോട്ടയുടെ മെയിൻ അട്രാക്ഷൻ പോയിന്റ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാനാണ് മെയിൻ ആയിട്ട് ആൾക്കാർ ഈ ഫോർട്ടിലേക്ക് വരുന്നത്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല, ഇവിടെ നിന്നുള്ള വ്യൂ കിടുക്കാച്ചിയാണ്. മലകളിൽ വന്ന് തിരമാലകൾ അടിക്കുന്ന കടലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂട്ടാ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും. ഞാൻ റെന്റിന് എടുത്ത ആക്ടിവ 6G വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത്രയും താഴ്ചയുള്ള ഈ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി എൻ്റെ മുന്നിൽ തുറക്കപ്പെടുന്നത്. സംഭവം ഇച്ചിരി റിസ്കി ആണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആ കാണുന്ന കല്ലിന്റെ മേലെന്ന് താഴെ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടുന്നു. ഇതിനൊക്കെ നടുക്കില് ഒരു പെട്രോൾ വെക്കുന്ന തട്ടുകട. 110 രൂപയാട്ടോ ഇവിടെ ലിറ്ററിന്. ഇറങ്ങി ഏറ്റവും താഴെ എത്താൻ വളരെ കഷ്ടപ്പെട്ടെങ്കിലും അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ലക്ഷദ്വീപിൽ കൊല്ലങ്ങളായി വർക്ക് ചെയ്യുന്ന എനിക്ക് ബീച്ച് ഒരു പുതുമയല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ്. മലകളിൽ വന്നടിക്കുന്ന കടല് ഞാൻ കണ്ടിട്ടില്ല. ഇതിനൊക്കെ ഒടുവില് ഫുൾ അടച്ചിട്ടുള്ള ഒരു പള്ളി അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് GPS സെറ്റ് ആക്കിയിട്ട് കാടിനോടെ പോകുമ്പോൾ GPS കട്ടായിട്ട് കറങ്ങി തിരിഞ്ഞ് വഴിയൊക്കെ തെറ്റി അവസാനം ഞാൻ എത്തിയിരിക്കുന്നത് നല്ല വൃത്തികെട്ട കാണാൻ ഒരു മേനയില്ലാത്ത പാലോലം ബീച്ചിലാണ്. സത്യം പറയാലോ, ലക്ഷദ്വീപിൽ കിടന്ന് നല്ല അടിപൊളി കടൽ കണ്ട ശേഷം എനിക്ക് ഏത് കടലും ഏത് ബീച്ച് കണ്ടാലും ഒരു പുച്ഛാണ്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുന്ന ബ്രേക്ക് വാട്ടറിൽ കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരുന്തിനെ ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. 850 രൂപയാണ് ഒരു ട്രിപ്പിന് ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പോയില്ല കേട്ടാ. പരുന്തിനൊക്കെ നമ്മൾ ഡിസ്കവറി ചാനലിൽ കണ്ടെന്നുള്ള മട്ടിൽ ഞാൻ ഗോവ യാത്രകളാണ് അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഗോവ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മുടെ ലക്ഷദ്വീപിലെ അഗത്തിയിൽ വന്നിറങ്ങി. അഗത്തിയിൽ നിന്ന് കവരത്തിക്ക് പോവാനുള്ള ഷിപ്പാണ് ഈ കിടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാന്നുള്ള പ്രതീക്ഷയോടെ ശുഭദിനം.